നമസ്കാരം. നിങ്ങളെ ഇന്ന് ഞാൻ കാണിക്കുന്നത് CIC കത്തീറ്റർ എന്ന് പറയുന്ന ഒരു യൂറിൻ ഇടുന്ന ട്യൂബാണ്. നിങ്ങൾക്ക് പലരും ഇത് കണ്ടിട്ടുണ്ടാകില്ല. പലരും ഇതിനെക്കുറിച്ച് നേരത്തെ അറിയാവുന്ന ആൾക്കാരുണ്ടാകും. പലരും ഇത് ജീവിതകാലം മുഴുവനായി ഇത് മൂത്രം ഇത് ഈ ട്യൂബ് വഴി എടുത്തു കളയുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ പലരുടെയും സംശയങ്ങൾ ഈ വീഡിയോയിലൂടെ തീർക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം. എന്താണ് CIC കത്തീറ്റർ? എന്താണ് CIC? CIC എന്ന് വെച്ചാൽ ക്ലീൻ ഇൻ്റർമീഡിയറ്റ് കത്തീറ്ററൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ യൂറിന് ട്യൂബ് ഇടുന്നത് ഗ്ലൗസ് എല്ലാം ഉപയോഗിച്ച് സ്റ്റെറൈലായിട്ട് ഒരു ബാക്ടീരിയ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ട്യൂബ് ഇടുന്നത്. പക്ഷേ എന്നും അങ്ങനെ ട്യൂബ് ഇട്ട് യൂറിൻ എടുക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി നമുക്ക് കാല് തളർന്നു പോയ ആൾക്കാർ, മൂത്രസഞ്ചിക്ക് ബലമില്ലാതെ പോയ അസുഖമുള്ള ആൾക്കാർക്കൊക്കെ എന്നും നമുക്കൊരു ട്യൂബ് ഇട്ട് എടുക്കുക എന്ന് പറയുന്നത്, ഗ്ലൗസ് എല്ലാം ഉപയോഗിച്ച് എടുക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അങ്ങനെയുള്ളവരിലാണ് CIC എന്ന് പറയുന്ന ലാപ്പിഡസ് എന്ന് പറയുന്ന ഒരു മഹാൻ ഡിസൈൻ ചെയ്ത ഈ CIC കത്തീറ്റർ എന്ന് പറയുന്ന ഈ ട്യൂബ് ഉപയോഗിച്ച് യൂറിൻ കളയുന്നത്. എങ്ങനെയാണ് ഈ ട്യൂബ് സംരക്ഷിക്കേണ്ടത്? ഇതാണ് പലരും നമ്മളോട് ചോദിക്കാറുള്ളത്. ഈ ട്യൂബ് എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാം എന്നുള്ളത്. ഈ ട്യൂബ് ഒരു ട്യൂബ് ഏതാണ്ട് ഒരു 15 ദിവസം 2 ആഴ്ച വരെ നമുക്ക് ഉപയോഗിക്കാം. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മുടെ മൂത്രനാളിയുടെ അറ്റത്ത്, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഈ ട്യൂബിൻ്റെ അറ്റത്ത് ഒരിക്കലും പിടിക്കരുത്. കാരണം അത് മൂത്രസഞ്ചിയിലെ അകത്തേക്ക് പോകുന്ന ഭാഗമാണ്. കുറച്ച് അകത്തി പിടിച്ചതിന് ശേഷം ഇതിൻ്റെ അറ്റത്ത് ജെല്ല്, നമ്മൾ സാധാരണ ഇടുന്ന ജെല്ല്, ലിഗ്നോക്കെയിൻ ജെല്ലി എന്ന് പറയുന്ന ജെല്ല് ഇട്ടതിന് ശേഷം നമ്മൾ മൂത്രനാളിയുടെ അറ്റം സ്പിരിറ്റോ അല്ലെങ്കിൽ ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെ അറ്റത്ത്, മൂത്രനാളിയുടെ അറ്റത്ത് കുറച്ച് ജെല്ലിയിട്ട് ഈ ട്യൂബ് അകത്തേക്ക് കടത്തിവിടുക. കടത്തിവിട്ട് നമ്മൾ ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് യൂറിൻ വരാൻ തുടങ്ങും. യൂറിൻ വന്നു കഴിഞ്ഞാൽ ആ യൂറിൻ മുഴുവൻ പോയി കഴിഞ്ഞതിന് ശേഷം ഈ ട്യൂബ് മൂത്രനാളിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തു മാറ്റിയിട്ട് നമുക്കിത് ടാപ്പ് വാട്ടറിൽ, സാധാരണ വൃത്തിയുള്ള ടാപ്പ് വാട്ടറിൽ കഴുകി ഉണക്കി എടുത്തു വയ്ക്കാവുന്നതാണ്. അത് വൃത്തിയായിട്ടുള്ള ഒരു പാക്കറ്റിലോ നമുക്ക് ഇതിനെ സൂക്ഷിച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇടയ്ക്ക് പ്രഷർ കുക്കറിൽ അല്ലെങ്കിൽ തിളപ്പിക്കാവുന്ന ഒരു പാത്രത്തിലോ വെച്ചിട്ട് ഈ ട്യൂബ് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. ഇടയ്ക്ക് നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ CIC ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ നമുക്ക് കുറയുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എത്ര വലുപ്പമുള്ള ട്യൂബാണ് വേണ്ടതെന്ന്, ഇത് 12 ഫ്രഞ്ച് സൈസുള്ള ട്യൂബാണ്, 14 ഫ്രഞ്ച്. പലരുടെയും മൂത്രനാളി അനുസരിച്ച് ഈ ട്യൂബിൻ്റെ വലുപ്പ കൂടുതലും വ്യത്യാസവും ഉണ്ടാകാം. അപ്പോൾ അത് യൂറോളജിസ്റ്റിനോട് ചോദിച്ചതിന് ശേഷം നമുക്ക് ഏത് തരത്തിലുള്ള ട്യൂബാണ് വേണ്ടതെന്ന് നിശ്ചയിച്ചിട്ട് ആ ട്യൂബ് വൃത്തിയായി ഉപയോഗിച്ചതിന് ശേഷം സൂക്ഷിച്ച് വയ്ക്കേണ്ടതും അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ CIC ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇൻഫെക്ഷൻ വരാതെ നമുക്ക് വരാതിരിക്കാനുള്ള സാധ്യത കൂടുന്നു. താങ്ക് യു.